നമ്മുടെ നാട്ടുകാരനാണോ? അല്ലല്ല, വിദേശിയാണ്. വിദേശിയാണല്ലേ? അദ്ദേഹം വിദേശികളകത്ത് വയ്ക്കാന്ന് വിചാരിച്ചു. ഫ്ലവർ അറേഞ്ച് ചെയ്യുന്നവരുണ്ട്, അവര് വലിയ വില കൊടുത്തിട്ടില്ല ഈ ഫ്ലവർ മേടിക്കുന്നുണ്ടല്ലേ? ഈ പൂവ് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസത്തോളം ഈ പൂവ് ഇങ്ങനെ നിൽക്കും. 6 ഇല വന്നാലും ഒരു പൂവ് ബഡ് വന്ന് നിൽക്കുന്നു. ഇതായിക്കൊണ്ടിരിക്കുന്നതാണല്ലേ? ഹായ് ഫ്രണ്ട്സ്, ടെക് യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചേച്ചി, ഇന്ന് നമ്മൾ ഏത് പ്ലാന്റ് ആണ് പരിചയപ്പെടുത്തണേ? സമ്മർ തുലിപ്സ് അല്ലേ? ഓക്കെ, സമ്മർ തുലിപ്പ് അല്ലെങ്കിൽ സിയാം തുലിപ്പ്. ചേച്ചി, ഇത് നമ്മുടെ നാട്ടുകാരനാണോ? അല്ലല്ല, വിദേശിയാണ്. വിദേശിയാണല്ലേ? അദ്ദേഹം വിദേശികളകത്ത് വയ്ക്കാന്ന് വിചാരിച്ചു. തായ്ലൻഡുകാരനാണല്ലേ? ഓക്കെ, അതിന്റെ ഒരു ഭംഗിയില്ലേ? തായ്ലൻഡുകാരന്റെ ഒരു ഭംഗിയുണ്ട്. ടോർച്ച് ലില്ലിയുടെ ഒക്കെ ചെറിയൊരു കട്ടുണ്ടല്ലേ? ജിഞ്ചർ വിഭാഗം. ആ ഫാമിലി തന്നെയാണ്. ജിഞ്ചർ വിഭാഗമാണ്. കളറാണ് അതിന്റെ ഒരു ഭയങ്കര ഒരു നല്ല കളറല്ലേ? അതെ അതെ. ഇത് ശരിക്കും എന്തിനാ യൂസ് ചെയ്യണേ? ഇങ്ങനെ അതിനാണ് യൂസ് ചെയ്യണേ അല്ലേ? അതിന് ഉപയോഗിക്കുന്നത്. ഒരു മാസത്തോളൊക്കെ ഈ പൂവ് പാടാതിരിക്കും. ഈ ഹോട്ടലുകള് അല്ലെങ്കിൽ വലിയ ഫംഗ്ഷൻ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കില്ലേ, അവിടേക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാട്ടെ, ഇതിന്റെ പൂവിന്റെ തണ്ടിന് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് തണ്ട്. സ്ട്രോങ് ആണ്. പിന്നെ ഇൻഡോറിലായിട്ട് വിരിയണത് കുറവല്ലേ ഉണ്ടാവുള്ളൂ. ഇൻഡോർ മാത്രമായിട്ട് വെക്കാൻ പറ്റുന്നല്ലേ? ഇത് ഫുൾ ഇൻഡോർ ആണല്ലേ? വെയില് വേണമെന്നില്ല. വെയിൽ വരുമ്പോഴേ ചൂട് കൂടുമ്പോ ഇതിന്റെ അല്ലയൊക്കെ തന്നെ ചൂടിട്ട് പോകും. വെയിലില്ലാതെ മതി. കറക്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പൊ പ്യുവർ ഇൻഡോർ പ്ലാന്റ് അല്ലേ? ഓക്കെ. വിദേശികൾക്ക് നമ്മുടെ നാട്ടിലത്തെ ചൂട് സഹിക്കാത്തൊരു ബുദ്ധിമുട്ടാവില്ല. അതെ അതെ. ഇത് ശരിക്കും പുറമെ തായ്ലാന്റിലൊക്കെ ഇത് വളർത്തണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാൻഡ് ഫുള്ള് ഇതുപോലെ വളർത്തി വിടാണ് ചെയ്യണത്. കട്ട് ഫ്ലവർ ആയിട്ട് നമ്മുടെ അവിടേക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഈ ഫ്ലവർ അറേഞ്ച് ചെയ്യുന്നവരുണ്ട്, അവര് വലിയ വില കൊടുത്തിട്ടില്ല ഈ ഫ്ലവർ മേടിക്കുന്നുണ്ടല്ലേ? ഇങ്ങനെ കട്ട് ഫ്ലവറിനൊക്കെ എത്ര റേറ്റ് വരും? ഇതിനൊക്കെ ഒരു ഫ്ലവറിനൊക്കെ 75 രൂപ 100 രൂപയൊക്കെ വില. പൂവിന് മാത്രം 100 രൂപയൊക്കെ വില വരുന്നുണ്ട് കേട്ടോ. പൂവിന് കൂടുതലുണ്ടാവും. കുറെ നാളായിട്ട് എനിക്ക് അതിന്റെ അറിയില്ല. കൊറോണയ്ക്ക് ആയിട്ട് നമ്മൾ പുറത്തേക്ക് പോകണില്ലല്ലോ, എവിടെയെങ്കിലും കാണുമ്പോ വില ചോദിക്കും. അതെ. പിന്നെ ഇതിന്റെ രൂപസാദൃശ്യമുള്ള സംഭവം കണ്ടിരിക്കുന്നത് മറ്റേ ടോർച്ച് ലില്ലി കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ കസ്തൂരി മഞ്ഞളുടെ ഫ്ലവർ ഒക്കെ ഉണ്ടാവുന്നത്. അത് പക്ഷെ ഇങ്ങനെ വലിയ ഹൈറ്റിൽ വരില്ല. അതന്നെ, താഴെ തന്നെ ഉണ്ടാവും. അതിന്റെ ഒരു വർഗത്തിൽ പെട്ടത് തന്നെ ഹൈബ്രിഡുകൾ എന്ന് പറയില്ലേ, റിസർച്ച് ഒക്കെ ചെയ്ത്. ഇതിന്റെ ലീഫ് ഉപയോഗിക്കുന്നുണ്ടോ ചേച്ചി ഈ ഫ്ലവർ അറേഞ്ച്മെന്റിന്? ഇല്ല, ഫ്ലവർ മാത്രല്ലേ? ലീഫ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ ചുരുണ്ട് പോകും. ഫ്ലവർ ഇരിക്കണ ആ ഒരു ഇതില് ലീഫ് ഇരിക്കില്ല. ഒരു ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം. ഫ്ലവർ ആണെങ്കിലോ? ഫ്ലവർ എത്ര ദിവസം ഇരിക്കും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ? ഫ്ലവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ആഴ്ച അങ്ങനെ പോയാലും ഏറ്റവും കുറഞ്ഞത് 2 ആഴ്ച ഇരിക്കും അല്ലേ? വെള്ളം ഇപ്പൊ നമ്മൾ ഒയാസിസിലാണല്ലോ സെറ്റ് ചെയ്യണത്, അതിലൊന്നും നനച്ചു കൊടുത്താൽ മതി. വേറെ ഒരു പ്രശ്നമില്ല. വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ചാണകപ്പൊടി തന്നെ. വിദേശിയാണെങ്കിലും നാട്ടിലേക്ക് വരുമ്പോ അതിന് നാട്ടിലെ ആചാരങ്ങള് ചാണകപ്പൊടി തന്നെയാണ് നല്ലത്. പിന്നെ അധികം ഇട്ട് കൊടുക്കണം. നമ്മുടെ ഇഞ്ചിയുടെ ഒക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ വേണ്ട. ചേച്ചി, ഇതിന്റെ തൈകളൊക്കെ ആക്കുന്നത് എങ്ങനെയാ? ഇതിന്റെ കടക്കുന്ന തന്നെയാണോ തൈകൾ വരാ? ഇഞ്ചിയുടെ ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ കിഴങ്ങാണ് ഇതിന്. ഇതെല്ലാം ചെടികളില്ലേ, ഓരോ ഇങ്ങനെ വരുന്നില്ല. ഇതൊരു തൈയാണ്. ഇതിന്റെ ഒരു 2 ഇല കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് പൂ വരും. എല്ലാ ചെടിക്കും പൂ വരും. ഇതിപ്പോ ഇതിലൊരു കുട്ടി നിൽക്കുന്നുണ്ട്. ബഡ് വന്ന് നിൽക്കുന്നു. ഇതായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് ഇപ്പൊ ഏകദേശം ഒരു 6-7 തൈ ഉണ്ട്. കുഞ്ഞിതുകള് ചെറുതുകളാണ്, അതിനാവണുള്ളൂ. 5 ബഡ് വന്നിട്ടുണ്ട്. 6 ഇല വന്നാലും ഒരു പൂ വരും. 6 ഇല വന്നു കഴിഞ്ഞാൽ ഒരു പൂവ് ഉണ്ടാവും അല്ലേ? ഇത് സ്ലോ ഗ്രോത്ത് ആണോ ചേച്ചി? അല്ല, പെട്ടെന്ന് തന്നെ ആവും അല്ലേ? അപ്പുറത്തൊക്കെ ചെറിയ തൈകൾ വരുന്നുണ്ട്. ചട്ടി മാറ്റി വെച്ചാല് അവർക്ക് വളരാനുള്ള ഒരു ഗ്യാപ്പ് വരുമ്പോ പെട്ടെന്ന് വളരൂല്ലേ? അത് ഇത് തന്നെ. ഈ പൂവ് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസത്തോളം ഈ പൂവ് ഇങ്ങനെ നിൽക്കും. ഈ ഒരു ഭംഗിയിൽ തന്നെ നിൽക്കും. ഓക്കെ. അപ്പൊ അത് നമുക്കൊരു നല്ല ഇത്രയും ഇതായിട്ട് നിൽക്കുന്ന പൂക്കൾ കുറവല്ലേ ഉണ്ടാവും. അതെ.
അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സിയാം തുലിപ്പിന്റെ വിശേഷങ്ങൾ അല്ലേ. ഓക്കെ, അപ്പൊ സിൽവർ ചേച്ചി നമുക്ക് പുതിയൊരു വീഡിയോയില് പുതിയൊരു പ്ലാന്റ് ആയിട്ട് വീണ്ടും വരാം അല്ലേ. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരു ബൈ കൊടുത്താലോ.